ഇല്ല, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എന്തായെന്ന് അറിയില്ല. ഡോക്ടർ ഭാനുമതി എനിക്കറിയാം, പക്ഷെ മൈഥിലിയുള്ള അടുപ്പമില്ല. എങ്കിലും വേണ്ടി വന്നാൽ ഞാൻ ചോദിക്കാം. ഞാൻ വിളിക്കാം. എന്താടാ? അച്ഛനെന്നെ ചീത്ത പറയോ? കാര്യം പറ. എന്നോട് അച്ഛന് ദേഷ്യമാണല്ലേ? എനിക്കമ്മയെ ഇഷ്ടമായതുകൊണ്ടല്ലേ അച്ഛൻ എന്നോട് ദേഷ്യം? എത്ര ദിവസമായി അച്ഛൻ എന്നോട് സംസാരിച്ചിട്ട്, എന്തെങ്കിലും വിശേഷം ചോദിച്ചിട്ട്? ഞാൻ യാത്രയിലായിരുന്നില്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? ചേച്ചിക്ക് ശരിക്കും എന്താ അച്ഛാ പറ്റിയ? എനിക്ക് ചേച്ചിയെ കാണുമ്പോ പേടിയാവുക. ചേച്ചിക്ക് എന്താ അസുഖം? അമ്മ പറയുന്ന പോലെ ചേച്ചിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു അസ്വസ്ഥത. അത് കുറെ ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. അമ്മ അച്ഛനോട് കുറെ ചോദിച്ചില്ലേ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന്? അച്ഛനെന്താ പറയാത്ത? അച്ഛാ, ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം. ചേച്ചിയുടെ അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ടല്ലേ? അച്ഛനൊന്നും പറഞ്ഞൂടെ? അമ്മ പോകുമ്പോ പറഞ്ഞു പഠിപ്പിച്ചല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ. ദൈവ സത്യേറ്റും അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്ന അച്ഛാ, ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാ ചോദിക്കുന്ന. നീ പോ, അപ്പുറത്തങ്ങനെ ചെന്നിരിക്കും. പ്ലീസ് അച്ഛാ. യദു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നെ വലിയ സങ്കടമാവും. അമ്മ വരുമ്പോ നീ സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ അമ്മ അതിന്റെ കാരണം ചോദിക്കും. അതിന്റെ പേരിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവും. അതൊക്കെ വേണോ? വേണ്ട. അച്ഛനോട് ചോദിച്ചത് അമ്മയോട് പറയില്ല. എനിക്കോ ചേച്ചിക്കോ എന്തെങ്കിലും പറ്റിയ അമ്മയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. എടോ, താൻ എന്തീ കാണിക്കുന്നത്? എനിക്കിതൊന്നും ശീലമുള്ള കാര്യമല്ല. ഇതുകൊണ്ടേ പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ല. ഗ്ലാമർ കൂടിക്കോളൂ. ഇനി ഗ്ലാമർ കൂടിയിട്ട് എന്ത് കാര്യം? കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുടെ അച്ഛനാവാൻ പോവാ. എന്നിട്ട് കൊച്ചുങ്ങളുടെ അച്ഛനായവരാരും ഇതൊന്നും ചെയ്യുന്നില്ലേ? എടോ, ഞാൻ തന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. എനിക്കിതൊന്നും പിടിക്കില്ല. അത് കള. ഇപ്പൊ തന്നെ അവിടെ ആയിട്ട് ഓരോ നരച്ച മുടികൾ കണ്ടോ? ഒരു 2 വർഷം കൂടി കഴിയുമ്പോ കൂടുതൽ മുടികൾ നരയ്ക്കും. അപ്പൊ മുടി കറുപ്പിക്കോ അതോ നര അങ്ങനെ കിടക്കട്ടെ എന്ന് കരുതുവോ? അത് പിന്നെ കറുപ്പിക്കാണ്ട് പറ്റുമോ? ആ, അപ്പൊ ആവശ്യം വന്നാ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാം. അല്ലെങ്കിൽ പുച്ഛ. എന്റെ പൊന്നു മോനെ, നമുക്ക് നന്നായി നടക്കാൻ കഴിയുന്ന കുറച്ചു കാലേ ഉള്ളൂ. അപ്പോ തിളങ്ങാവുന്നിടത്തോളം തിളങ്ങിക്കോ. ഇതെപ്പോഴാ തീരുന്നത്? ഇനി ഈ പാക്കൊന്ന് പിടിക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കളയാം. അതിനിടയ്ക്ക് ആരും വന്ന് കയറാണ്ടിരുന്നാ മതിയായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ആര് വരാനാ? അച്ഛൻ പുറത്തു പോയിട്ടുണ്ട്. ചിലപ്പോ തിരിച്ചു വരും. അതെ, ഇപ്പോഴുള്ളതിന്ന് കുറച്ചുകൂടി ഗ്ലാമർ കൂടിയാലേ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എനിക്ക് ആരാധകർ കൂടുവേ. കൂടിക്കോട്ടെ, ഞാൻ സഹിച്ചു. പിന്നെ കാര്യം കൈവിട്ടാ എന്നോട് പരാതി ഒന്നും പറയാൻ നിൽക്കരുത്. ഒരു കൈവിട്ട് പോലും ഇല്ല. ഞാൻ ഈ മുഖത്തെ അല്പം തെളിച്ചുണ്ടാക്കുന്നത് എനിക്ക് കണ്ടോണ്ടിരിക്കാനാ. ഓ, എനിക്ക് നല്ല ചന്തത്തിൽ കണ്ടോണ്ടിരിക്കാൻ വേണ്ടി. ഞാനേ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ആരാ വിളിച്ചേ? മൈഥിലി മാമ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്താ ഇപ്പൊ സംസാരിച്ച? ഏയ് ഒന്നുമില്ല. കുറച്ചു നേരം തൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് ഞാൻ വേറെ ലോകത്താ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. മൈഥിലി മാമിന്റെ കോളിന് അവധി കൊടുത്തു തുടങ്ങി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്താടോ? ഒന്നുമില്ല. ഞാനേ ഡോർ അടയ്ക്കാം. ആരും ഇവിടെ വന്ന് കയറണ്ട. ഫാദർ, ഞാനാ. അയ്യോ, നീയായിരുന്നു? എടാ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയല്ലോ. എന്ത് കോലാടാ ഇത്? ഇത് ഫേഷ്യലാ. എന്തോന്ന്? ഫേഷ്യൽ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ.
സ്നേഹയുടെ നിർബന്ധം കൊണ്ടാ. പിന്നെന്താ ചെയ്യാലേ? അതൊന്നുമല്ല, മുഖത്തെന്തോ കറുത്ത പാടുകളുണ്ട്, ഇത് പോവാൻ വല്ല വഴിയുണ്ടോ എന്ന് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. എടിയടി, ഫാദറിന്റെ മുമ്പിൽ എനിക്ക് കുറച്ച് നല്ല പേരുണ്ട്, അത് കളഞ്ഞു കുളിക്കല്ലേ? ആ എന്തായാലും നന്നായി. മനുഷ്യന് കൃത്രിമ സൗന്ദര്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഇവൻ. ഓ, എന്തായാലും ഇത്രയും മാറിയല്ലോ. ആര് മാറി? എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. ഞാനിത് വേണമെങ്കിൽ ഇപ്പൊ കൊണ്ടേ കഴികളയാം. ആ പിന്നെ ഞാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും നേരം ഞാൻ ബുദ്ധിമുട്ടിയതാ. 1/2 മണിക്കൂർ കഴിയാതെ ഇത് കഴുകിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനല്ലേ? ആ കുറച്ച് ഭംഗി വെച്ചോട്ടടാ. അല്ലേലും നിനക്ക് സൗന്ദര്യത്തിന് അല്പം കുറവുണ്ട്. അതൊന്നും പറയണ്ട, ഞാൻ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നവനാ. അങ്ങനെ നിന്നെ കാണുന്ന ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലല്ലേ? അല്ല മോളെ, രംഗനാഥൻ ഇവിടെ പോയി. അച്ഛൻ പുറത്തു പോയിരിക്ക. ആ ഫാദർ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട 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 വേണ്ട, ട്രീറ്റ്മെന്റ് നടക്കട്ടെ. ഇനിയിപ്പൊ വിശേഷിച്ച ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. 1/2 മണിക്കൂർ ഈ ഇരിപ്പിരിക്കണം. അത് ഫാദറിന്റെ കൂടെ ഇരുന്നോട്ടെ. എന്താ ഇത്ര ചിരിക്കാൻ? അയ്യോ ഒന്നുമില്ലടാ, നിന്റെ കോല കണ്ട് ചിരിച്ചു പോയതാ. അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി കൊടുക്കുമ്പോ ഒരു സുഖമുണ്ട് ഫാദർ. ജീവിതം വളരെ രസമാടാ, രസിക്കാൻ അറിയുന്നവനും. അരസികന്മാരുടെ ജീവിതം ഒരു രക്ഷയില്ലാത്ത പരാജയ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വരാനൊരു തോന്നൽ, സന്തോഷമുള്ളിടത്തല്ലേ വരാൻ തോന്നും. മോളെ, ഫോൺ അടിക്കുന്നുണ്ടേ. ആ അതാ വരുന്നു. ഹലോ മൈഥിലി. അനാമിക, നാളെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. താൻ വിളിച്ചതാണോ? വിളിച്ചു. മോളുടെ കാര്യം എന്നെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി. ഡോക്ടർ പറഞ്ഞില്ലേ ആ ഷോക്കിന്റെ കാര്യം കണ്ടുപിടിച്ചേ പറ്റൂന്ന്. അച്ഛനും അമ്മയും വന്ന് കണ്ട് ചോദിക്കട്ടെ. എന്നാ പിന്നെ തന്റെ അച്ഛനെയും കൂടെ വിളിക്കായിരുന്നില്ലേ? വേണ്ട, കരയുന്ന അവസ്ഥയിൽ എന്നെ കണ്ടു പോയതാ അച്ഛൻ. അടുത്ത വരവില് എന്റെ മോളും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കാന്ന് കണ്ടാല് താങ്ങില്ല. സാരംഗിന്റെ അച്ഛനും അമ്മയും അത്ര ഷാർപ്പായിട്ട് സാരംഗിനോട് ചോദിക്കോ? അവര് ചോദിക്കും. സാരംഗിന്റെ തെറ്റുകളെ ഏറ്റവും നന്നായിട്ട് ചോദ്യം ചെയ്തിരിക്കുന്നത് അവര് രണ്ടുപേരുവാ. ഡോക്ടർ അവിടുന്ന് വന്നിട്ട് യാമിമോളുടെ കണ്ടീഷൻ എന്താ? മുറിയിലിരിക്കുന്നുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾ തന്നെ അവളോട് വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. സാരംഗ് നല്ല ദേഷ്യത്തിലാ നമ്മൾ മായാമഹേശ്വരിയുടെ ഭൂതകാലം തെരഞ്ഞതില്. മായാമഹേശ്വരി അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എനിക്കെന്റെ കുഞ്ഞിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ സാരംഗ് അവളെ കൊണ്ടു നടക്കുവോ, അവള് മൂലം ഇല്ലാതാവോ, എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അച്ഛനും അമ്മയും വരട്ടെ, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. ശരി, ഗുഡ് നൈറ്റ്. മോളെ, ആ കൊച്ചിന് ശരിക്കും എന്താ പറ്റിയത്? അറിയില്ല അമ്മായി, അതിനല്ലേ എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ. ഇത്തിരി ഇല്ലാത്ത പൊടിക്കുഞ്ഞുങ്ങളെ വിദേശത്തൊക്കെ കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്നും അല്ല അമ്മായി, ആ കുഞ്ഞിനെന്തോ മെന്റൽ ഷോക്ക് ഉണ്ടായി. അതൊന്നും മാറണം, അത്രയുള്ളൂ. അവള് നല്ല സ്മാർട്ടായിരുന്നു. ഏതു നേരവും ചിരിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടി. എല്ലാ സന്തോഷവും ഇല്ലാതാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ കളിയാക്കരുത്. നമ്മുടെ വീടിനടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഈ മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാറുണ്ട്. കടുത്ത ഭ്രാന്ത് വരെ മാറിയിട്ടുണ്ടെന്ന് ആ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഡോക്ടറോടൊന്ന് പറഞ്ഞു നോക്ക്. അതൊന്നും വേണ്ട അമ്മായി, മൈഥിലി ഒരു ഡോക്ടറല്ലേ. അവൾക്കിത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. ആരും ഒന്നും തുറന്നു പറയാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. നല്ല മനസ്സ് തോന്നട്ടെ എല്ലാവർക്കും. അല്ലെങ്കിലും ഇക്കാലത്ത് സ്വന്തം കുടുംബം തൊലച്ചുകൊണ്ട് അന്യർക്ക് വേണ്ടി പണിയെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാ. അപ്പൂപ്പ, ആ എന്തായത് കുട്ടാ, സുഖമല്ലേ മോന്? അപ്പൂപ്പനറിയാടാ, അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയല്ലേ അപ്പൂപ്പനും അമ്മൂമ്മയും വന്നത്.
നിന്റെ വിളി വന്നപ്പോ തന്നെ മനസ്സിലായി ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. അപ്പൊ തന്നെ പുറപ്പെട്ടു. സാരംഗുണ്ടോ മോളെ? ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. വരൂ. ഒരു ട്രീറ്റ്മെന്റ് പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തില മോളുടെ മാനസികാവസ്ഥ. പോയ സ്ഥലത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. മോള് തന്നെ അത് പറയുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവള് പറയുന്നില്ല. വേറെ മാർഗമൊന്നുമില്ലാത്തോണ്ടാ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? ഇതെന്ത് ബുദ്ധിമുട്ടാ? ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് വേറെന്തോ ഉള്ളൂ. അവൾക്ക് നിന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? അതെ അച്ഛാ, എന്നെ കാണുമ്പോ അവള് കരയുക. ദയനീയായ ഒരു കരച്ചില്, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. സാരംഗ് വരട്ടെ, ഞാൻ അവനോട് ചോദിക്കാം. കുഞ്ഞിനെ ഈ അവസ്ഥയിൽ വിടാൻ പറ്റില്ലല്ലോ. നീ നിന്റെ അച്ഛനെ അറിയിച്ചോ മോളെ? അച്ഛൻ ഇതൊക്കെ അറിഞ്ഞ് ഓടി വന്നാലും പ്രശ്നമാ. ഇതിന്റെയൊക്കെ പേരില് സാരംഗ് അച്ഛനെ ആക്ഷേപിക്കും. പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. മുമ്പത്തെ പോലെ തളർന്നു വീഴോ, ആശുപത്രിയിലാവോ എന്നൊക്കെ. അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് പേടിയാ. ഗംഗാധരനെ ബുദ്ധിമുട്ടിക്കണ്ട. അംബികേ, നീ മോളുടെ അടുത്തേക്കൊന്ന് പോ. അച്ഛാ, അത് ചെന്ന് സംസാരിക്കട്ടെ മോളെ. ഒരമ്മയോട് പറയാൻ എന്തെങ്കിലും സങ്കോചം ഉണ്ടെങ്കിൽ അത് അമ്മൂമ്മയോട് പറയാലോ. നീ ചെല്ല്. ജീവിതത്തില് ഇനി ബാക്കി എന്തുണ്ടെന്ന് ചോദിച്ചാ എന്റെ മക്കള് മാത്രമേ ഉള്ളൂ എന്നുള്ള മറുപടി എനിക്ക്. അതും കൂടെ ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ. എന്താ മോളെ ഇത്? പിടിച്ചു നിൽക്കാനുള്ള നിന്റെ മിടുക്കലല്ലേ അമ്മയ്ക്കും അച്ഛനും ആശ്വാസം. യാമി മോളെ, അപ്പൂപ്പനും വന്നിട്ടുണ്ട്. മോള് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ വന്നേ? നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തെ? മോക്ക് സുഖമില്ലാത്തതൊക്കെ അമ്മ പറഞ്ഞു. അമ്മമ്മയുടെ കാഴ്ചയിൽ ഒന്നും തോന്നുന്നില്ല. എന്റെ കുട്ടി പഴയ പോലെ തന്നെ ഇരിക്കുന്നു. അമ്മമാർക്ക് പിന്നെ ചെറിയൊരു കാര്യം മതിയല്ലോ. അതെ, പോയ സ്ഥലത്ത് എന്താ സംഭവിച്ചെന്ന് അമ്മ ചോദിച്ചിട്ട് എന്താ പറയാത്തെ? അമ്മയോട് നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ മോളെ? യാമി, യാമി, അമ്മ അങ്ങോട്ട് ചെല്ലു. നീ വാ വാ. ഇനി മോളുടെ അടുത്തേക്ക് ആരും വരില്ല, അമ്മ പറഞ്ഞോളാം. കണ്ടില്ലേ, ഇതാണ് എൻ്റെ മോളുടെ അവസ്ഥ. ഇതിന്റെ കാരണം എന്താന്ന് ഞാൻ സാരംഗിനോട് ചോദിച്ചിട്ട് പറയാതിരിക്കുമ്പോ ഞാൻ പൊട്ടിത്തെറിച്ചു പോവില്ലേ? അതെന്റെ കുറ്റമാണോ? ഈശ്വര, എന്താ ഇപ്പൊ കണ്ടേ? ഞാൻ നടുങ്ങിപ്പോയി മോളെ. ഇന്ന് വരെ ഇങ്ങനൊരവസ്ഥയില് ഞാൻ ഒരാളെ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല. കാര്യങ്ങള് വിചാരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാ. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയെന്നറിഞ്ഞ അതിന്റെ പേരിലും ഉണ്ടാവും സാരംഗിന്റെ ബഹളം. അവൻ ബഹളം വെച്ചോട്ടെ, അവൻ കേവനാണല്ലോ. എന്നിട്ട് സ്വന്തം മോളുടെ വിഷയം അവന് പരിഹരിക്കാൻ പറ്റും. മാറാൻ തീരുമാനിച്ചത് മുതല് ആർക്കും പിടികിട്ടാത്ത രീതിയിലുള്ളത് അവനെയാ. സാരംഗ് മാറണ്ട അമ്മേ. സാരംഗിന്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കട്ടെ. എന്റെ മക്കളെ വെറുതെ വിട്ടാ മതി. എന്താ കുട്ടിച്ച വിശേഷം? വിശേഷങ്ങൾ മുഴുവനും ഇപ്പൊ നിനക്കാണല്ലോ മായാ മഹേശ്വരി. നിന്നെ ചൊല്ലിയാണല്ലോ കലഹങ്ങൾ മുഴുവനും. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ കുട്ടിച്ചൻ എന്നെ കൊണ്ടുവന്നത്, എല്ലാം തകർക്കാൻ വേണ്ടി തന്നെയല്ലേ. പിന്നെന്താ? തകർക്കാനും തരിപ്പണമാക്കാനും ഉള്ള നിന്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല.
പക്ഷേ ഇത്തിരിയില്ലാത്ത പെൺകുഞ്ഞിന്റെ കണ്ണു കെട്ടാനുള്ള ശേഷിയില്ലാതെ പോയി. നിനക്കും അതെ, സാരംഗിനും അതെ. യാമിയുടെ മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാരംഗിന്റെ അച്ഛനോ അമ്മയോ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? പേരക്കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മയും പാഞ്ഞെത്തില്ലേ? അതവരുടെ ധർമ്മമല്ലേ? എന്നെ തിരക്കി വരുമോ അവരാരെങ്കിലും? ഏയ്, അതിന് സാധ്യത കുറവാ. എന്നാലും പറയാൻ പറ്റില്ല. കുട്ടിച്ച, എന്റെ നേരെ അങ്ങനെ ആര് വന്നാലും ഞാൻ പ്രതികരിക്കും. നിനക്ക് തോന്നുന്ന രീതിയിൽ നീ പ്രതികരിച്ചോ, അതിനൊന്നും ആരും തടസ്സമല്ല. പിന്നെ ഞാനിപ്പോ നിന്നെ വിളിപ്പിച്ചത് ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാ. എന്തു പറ്റി? യാമിമോൾ ഇതുവരെ അവളുടെ അമ്മയോട് അവളുടെ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷെ സാരംഗിനെയും നിന്നെ എതിർത്തുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞാലോ? എപ്പോ വേണമെങ്കിലും മൈഥിലിയോട് അവൾ ചില സത്യങ്ങൾ വിളിച്ചു പറയാം. കുട്ടിച്ചൻ അപകടകാരിയാണെന്ന് യാമിമോള് മൈഥിലിയോട് പറയുന്ന ആ ഒരു നിമിഷം ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ ഒരു മുഖം മൂടിയിട്ട് മൈഥിലിയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അതിനു മുമ്പേ സാരംഗിനെ പൂട്ടേണ്ട രീതിയിലൊക്കെ നീ പൂട്ടിയിരിക്കണം. കുട്ടിച്ചൻ അപകടകാരിയാണെന്ന് യാമിമോള് സാരംഗിനോട് വിളിച്ചു പറഞ്ഞാൽ പോലും ഞാനും നീയും തമ്മിലുള്ള ബന്ധം സാരംഗ് തിരിച്ചറിഞ്ഞാൽ പോലും അവനൊന്ന് ഇളകാൻ പറ്റാത്ത വിധത്തില് ചുറ്റിവരിഞ്ഞ് മുറുക്കിയിരിക്കണം. കേട്ടോ? അക്കാര്യത്തില് കുട്ടിച്ചൻ പേടിക്കണ്ട. സാരംഗിന്റെ ചിറക് ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഒതുക്കി കെട്ടി പാകത്തില് വെച്ചിട്ടുണ്ട്. അത് മതി. എന്നായിരിക്കും കുട്ടിച്ച സാരംഗിന്റെ അവസാനം? ഇല്ല, വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. തീയതി തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പ് പല ദയാഹർജികളും കടന്നു പോകാനുണ്ടല്ലോ. അത് നടക്കട്ടെ. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അത്ഭുതം കൊണ്ടാ. നിങ്ങളെപ്പോലെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നില്ലല്ലോ എന്ന അത്ഭുതം കൊണ്ടാ. സാരംഗല്ല, സാരംഗിനേക്കാൾ ഇരട്ടി ശേഷിയുള്ള ഒരാളായാൽ പോലും കുട്ടിച്ചന്റെ മുമ്പിൽ തോറ്റുപോകും. നിങ്ങള് ബുദ്ധിമാനല്ല, ബുദ്ധി രാക്ഷസനാ.